ഹലോ ഗൈസ്, അപ്പം എല്ലാവരും കേരള ടു സ്റ്റോറിയുടെ ട്രെയിലർ കണ്ടിട്ടുണ്ടാവുമല്ലേ? ഞാനും കണ്ടു. ഫസ്റ്റ് ഓഫ് ഓൾ, വാവ്, എ ബിഗ് ലോഡ് ഓഫ് അപ്ലോസ്. അത് റൈറ്റ് ചെയ്ത ആൾക്കും ഡയറക്റ്റ് ചെയ്ത ആൾക്കും അതിന്റെ പിന്നെ പ്രവർത്തിച്ച എല്ലാ ടെക്നീഷ്യൻസിനും എല്ലാവർക്കും വാവ്. അടുത്ത നാഷണൽ അവാർഡ് കിട്ടും ഗൈസ്, ഉറപ്പാണ് നിങ്ങൾക്ക്. കാരണം ഇതിനെയും കാട്ടി എളുപ്പത്തിൽ ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ വേറെ എവിടെയും കൊണ്ടു ചേർക്കാൻ പറ്റില്ല. പിന്നെ ഇതൊക്കെ സർട്ടിഫൈ ചെയ്ത് വിടുന്ന ആൾക്കാരോടാണ്. അവിടെ ഒന്നുമില്ലാത്ത പാവം കുറെ മൂവീസ് ഉണ്ട്, അതിനൊന്നും ഇതൊരു സർട്ടിഫിക്കേഷൻ പോലും കിട്ടിയിട്ടില്ല. ഇതിന് എങ്ങനെ, എന്തുവാടെ ഇതൊക്കെ? പിന്നെ അതിന്റെ ബീഫ് കുത്തിക്കയറ്റുന്ന സീൻ, ഞാന് ഇത്രയും കാലം കേരളത്തിൽ ജീവിച്ചിട്ട് എനിക്കും കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഒരാള് പോലും ബീഫ് എനിക്ക് കുത്തിക്കയറ്റാൻ തന്നിട്ടില്ല. ഞങ്ങൾക്ക് തന്നെ ഇവിടെ ബീഫ് തികയുന്നില്ല. പിന്നെ പാവ കൊച്ചിന് പൊറോട്ടയും കൂടെ കൊടുത്തിരുന്നെങ്കിൽ മേ ബി അവള് കുറച്ച് ഹാപ്പി ആയിട്ട് കഴിച്ചു. ബട്ട് ജോക്സ് അപ്പാർട്ട്, നമ്മൾ ഇതിനെ ജോക്കായിട്ട് കണ്ടു. ജസ്റ്റ് തിങ്ക് ദാറ്റ് ഇതൊരു കേരള സ്റ്റോറിക്ക് വരെ വേറെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ പേരും ഇട്ട് അവർ ഈ മൂവി ഇത് ഇറക്കിയിരിക്കുമോ? അറ്റ്ലീസ്റ്റ് അത് പോട്ടെ, ഇതിനെ മൂവി ആയിട്ട് കാണണം എന്ന് പറയുന്ന ആൾക്കാര് കേരളത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തോ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇതറിയാം. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സോ അവര് ഇതുപോലത്തെ മീഡിയം കണ്ടിട്ടാണ് ദിസ് ഈസ് ഹൗ എ പീപ്പിൾ ഇൻ എ പെർട്ടിക്കുലർ പ്ലേസ് ലീവ് എന്ന് വിചാരിക്കുന്നത്. ആൻഡ് ഇത് എത്ര വലിയ ഒരു ഡീഫമേഷനും ഒരു സ്റ്റേറ്റിന് അഗേൻസ്റ്റ് പറയുന്ന ഒരു കാര്യമാണ്. എനിവേ, ഇതൊന്നും അല്ല കേരളം എന്ന് ഇവിടെ ജീവിക്കുന്നവർക്കും അറിയാം, ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ളവർക്കും അറിയാം. ആൻഡ് ഈ കഥയൊക്കെ എഴുതുമ്പോഴും ഉണ്ടാക്കുമ്പോഴും ഇടയ്ക്കൊക്കെ കേരളത്തിലൊക്കെ വന്ന് ഒന്ന് ജീവിച്ചു നോക്ക്. ഇവിടെ എത്ര ഹാർമണിയിലും എന്തൊരു പീസ്ഫുൾ ആയിട്ടുമാണ് ജീവിക്കുന്നതെന്ന് അപ്പം മനസ്സിലാക്കാൻ പറ്റും. ഞാനൊരു കൊച്ചു എക്സാമ്പിൾ പറയാം. എൻ്റെ അടുത്ത അമ്പലത്തില് ഇന്നലെ ഇവിടെ ഉത്സവം നടക്കുമായിരുന്നു. അവിടെ രാത്രി 12 മണിയായി. എന്നിട്ടും അവിടെ മൈക്ക് സെറ്റും ബഹളവും. ആൻഡ് ഞാനൊരു പോയിന്റിൽ എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മ ഇങ്ങനെ ഈ രാത്രി 12 മണിക്കൊക്കെ ഇത്രയും സൗണ്ടൊക്കെ ഉച്ചത്തിലൊക്കെ വെക്കുമ്പം ബാക്കിയുള്ള ആൾക്കാർക്ക് കിടന്ന് ഉറങ്ങണ്ടേ? ഞാൻ പ്രിറ്റി ഷുവർ ഈ ലൊക്കാലിറ്റിയിൽ ഹിന്ദുസ് മാത്രമല്ല ജീവിക്കുന്നത്, വേറെ കുറെ കമ്മ്യൂണിറ്റിയിൽ. അതിന് ഞാൻ ഇന്നലെ കണ്ടൊരു കാര്യമാണ്, ആ ഒരു പെർട്ടിക്കുലർ ഫെസ്റ്റിവലില് ദർ ഈസ് നോട്ട് ലൈക്ക് ആ ഹിന്ദുസ് മാത്രമല്ല പങ്കെടുത്തത്, വേറെ പല റിലീജിയനിൽ പെട്ട ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ദേ വർ സെലിബ്രേറ്റിംഗ് ഇറ്റ്. സോ അത്രയും പീസ്ഫുള്ളും ഹാർമണിയിലും ജീവിക്കുന്ന ഒരു കൊച്ചു സമൂഹമാണ് ഞങ്ങളുടെ. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വിടുമ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ട് ഒക്കെ ഒന്ന് കാണാനും അനുഭവിക്കാനൊന്ന് ശ്രമിച്ചു നോക്കി. ഇതിന്റെ റൈറ്റർ ആയാലും ഡയറക്ടർ ആയാലും ഒക്കെ എടാ ഒന്നൊന്ന് ജീവിക്കുക. ഞാൻ ഇൻവൈറ്റ് ചെയ്യാം നിങ്ങളൊക്കെ, അപ്പം മനസ്സിലാവും കേട്ടോ. ബൈ.